മലപ്പുറം എടപ്പാളിൽ കോടികളുടെ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിൽ ഉടമകളായ രണ്ടുപേർ അറസ്റ്റിൽ. ഐലക്കാട് അബ്ദുറഹ്മാൻ, വെങ്ങിനിക്കര അബ്ദുൽ ലത്തീഫ് എന്നിവരെയാണ് ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. എടപ്പാളിലെ ദീമ ജ്വല്ലറിയിലാണ് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നത്. ആളുകളിൽ നിന്ന് പണമായും സ്വർണമായും നിക്ഷേപം സ്വീകരിച്ചു. എടപ്പാൾ സ്വദേശികളായ രണ്ടുപേരിൽ നിന്ന് 1,03,00,000 രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയിലാണ് നിലവിൽ അറസ്റ്റ്. ചങ്ങരംകുളം പോലീസ് 4 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മലപ്പുറം എടപ്പാളിലുള്ള ദീമ ജ്വല്ലേഴ്സ് നടന്ന സാമ്പത്തിക തട്ടിപ്പിൽ ചങ്ങരംകുളം സ്റ്റേഷനിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 കോടി രൂപയാണ് 1 കോടി രൂപയുടെ മുതൽ നഷ്ടപ്പെട്ടതിനാണ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിരവധി പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 30 കോടിയിലധികമുള്ള തട്ടിപ്പ് ആണ് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. ആ കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉടമകളായ 2 പേർ വിദേശത്തേക്ക് കടന്നു. 30 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് സംശയം. എടപ്പാൾ തൃശൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ദീമ ജ്വല്ലറിയിലാണ് കോടികളുടെ തട്ടിപ്പ് നടന്നത്. ലാഭം പ്രതീക്ഷിച്ച് സ്വർണവും പണവും നിക്ഷേപിച്ചവരാണ് ചതിയിൽപ്പെട്ടത്. ജ്വല്ലറി പൂട്ടിയതോടെയാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. കൈരളി ന്യൂസ്, മലപ്പുറം.